ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് തോട്ട് ഓഫ് ദി ഡേ? ഇപ്പോൾ എല്ലാവരും ലോകമെമ്പാടും ഈ കൊറോണയുടെ ഭീതിയിൽ എല്ലാവരും വീടിനകത്ത് അടച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ചിന്തയൊന്ന് ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് കൊടുക്കാം. അത് ഒരു കഥയായിട്ട് തുടങ്ങാം. ആദ്യം ഇത് ശരിക്കും നടന്നൊരു കഥയാണ്. ഒരു ഫ്ലൈറ്റ് ജേർണിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് ടർബുലൻസി വന്നു. ടർബുലൻസി വരുമ്പോൾ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും മേളിലോട്ട് താഴോട്ടും പെട്ടെന്ന് പൊങ്ങിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഫ്ലൈറ്റിലിരിക്കുന്ന എല്ലാവരും ഭയപ്പെട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയത്തിലേക്ക് പോയി കഴിയുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഇതിൻ്റെ നടുവിൽ ഒരു കൊച്ചുകുട്ടി അതിതൊന്നും ബോധയുടെയല്ല. ഈ എല്ലാവരും ഭയത്തിലൊക്കെ ഇരിക്കുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴും ഈ കുഞ്ഞ് ഒരു പുസ്തകം, ഒരു സ്റ്റോറി ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് വളരെ ക്വയറ്റായിട്ട് ഈ ഫ്ലൈറ്റ് ഈ ടർബുലൻസ് തീരുന്ന ആ സമയം വരെ ആ കുഞ്ഞ് വളരെ അക്ഷമയോടെ ഒരു ഇതും കാണിക്കാതെ ഇരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് വന്ന് അവസാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യന് ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞിന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ ഒരു ടെൻഷനും ഇല്ലാതെ ഈ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ തോന്നിയപ്പോൾ എന്ത് ചോദിച്ചു കളയാന്ന് കുഞ്ഞിനോട് ചോദിച്ചു, മോളെ ഇത് എങ്ങനെ നിനക്ക് ഇത് ഇങ്ങനെ എല്ലാവരും ഇത്രയും ഭയത്തിൽ എല്ലാവരും ഇരുന്നപ്പോൾ എങ്ങനെ നിനക്ക് വളരെ ഒരു സമാധാനത്തിൽ എങ്ങനെ നിനക്ക് ഇരിക്കാൻ പറ്റി? അപ്പോൾ കുഞ്ഞ് പറഞ്ഞ മറുപടി, the pilot of this flight is my daddy and I know he is going to take me home safe. ഇതിന്റെ പൈലറ്റ് എൻ്റെ അപ്പനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ എത്തിക്കും എന്നുള്ള ഉറപ്പ്. അപ്പോൾ ആ ഒരു ചിന്തയാണ്. അപ്പോൾ ഈ ഇത്രയും നമ്മൾ ഭയത്തിലിരിക്കുന്ന നമുക്ക് അതിനകത്തു നിന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മെസ്സേജ് എന്താണ്? നമ്മുടെ വലിയവനായ ദൈവം, നമ്മുടെ ഡാഡി ഇതിൻ്റെ മേൽ പൈലറ്റായിട്ട് വാഴുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഇതിന് നടുവിൽ കൂടെ നമ്മളെ അക്കരെ എത്തിക്കാൻ മതിയായനായ ഒരു ഡാഡിയുടെ കൈയാണ് നമ്മുടെ കരത്തിന്മേൽ പിടിച്ചിരിക്കുന്ന ഒരു ഉറപ്പ് നമുക്ക് വേണം. അപ്പൊ അതിന് പശ്ചാത്തലമായിട്ട് നമുക്കൊരു ദൈവവാക്യം എടുക്കാം. 2 ക്രോണിക്കിൾസ് 20-ാം അധ്യായം 12-ാം വാക്യം. 2 ക്രോണിക്കിൾസ്. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കും. അപ്പൊ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം. ജോസഫ് എന്നൊക്കെ രാജാവിന്റെ മേൽ 3 രാജാക്കന്മാരുടെ സൈന്യങ്ങളും യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ജോസഫത്തിന് അറിയാം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദുർബലമായ ഒരാൾ തന്നെ 3 രാജ്യത്തിനെതിരായിട്ട് പോരാടും. അപ്പം അവരാദ്യം ചെയ്തത് ഒരു വലിയ ഫാസ്റ്റ് ആൻഡ് പ്രയറിലേക്ക് അവർ പോയി. ആ പ്രയറിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മേളിൽ 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അവരാദ്യം അവരുടെ പ്രതികരണം ഗിവിങ് താങ്ക്സ് ആയിരുന്നു, നന്ദി കരയറ്റി ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വിടുവിച്ച ദൈവമേ യഹോവേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞാണ് അവരവസാനം ഈ ഒരു ഫോക്കസിലേക്ക് വരുന്നത്. എന്നിട്ട് പറയും, ഞങ്ങളാൽ അസാധ്യമാണ്, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിസ്സഹായരായിരിക്കുന്ന ഞങ്ങള് പിതാവേ ഈ സമയം ഞങ്ങളുടെ ദൃഷ്ടി we fix our eyes on to you, നിന്നിലേക്ക് ഞങ്ങൾ ദൃഷ്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് താഴോട്ട് വായിച്ച് നോക്കിയാൽ അറിയാം. അപ്പം നന്ദി കരയേറ്റും ഈ നിസ്സഹായാവസ്ഥ പറഞ്ഞ് ദൈവത്തിന് ആരാധന കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ മേൽ ആവഹിച്ച് വന്ന് ഒരു പ്രവചനമായ രീതിയിൽ കൊടുക്കും. എങ്ങനെയായി ഈ ബാറ്റിനെ ജയിക്കാനുള്ള ഒരു വിസ്ഡം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് പറഞ്ഞതുപോലെ ഈ സമയത്ത് നമുക്കറിയാം, പഴയ നിയമത്തിലെ അന്നത്തെ ദൈവം യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് വെളിപ്പെടുത്തിയ ദൈവം ഇന്നും ആ ദൈവം അനന്യനാണ്. ആ ദൈവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇന്നും കൊറോണ വൈറസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള യുദ്ധത്തില് നമ്മളെ കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ലെറ്റ്സ് കൺഫസ് ആൻഡ് സേ, കർത്താവ് ഞങ്ങളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല നടുവിലും. കാരണം ലോകരാജ്യങ്ങളും എല്ലാ നേതാക്കന്മാരും സമ്മതിച്ചു കഴിഞ്ഞു, അവരെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് അല്ലാതെ വേറെ ഒന്നും പ്രവർത്തിക്കാതെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതേ ആറ്റിറ്റ്യൂഡ് ദൈവത്തോട് മുകളിലോട്ട് നോക്കി, കർത്താവെ ഞങ്ങളാൽ അസാധ്യമാണ്, പക്ഷെ നിന്നാൽ അസാധ്യമോ ഒന്നുമില്ല, സോ വി ഫിക്സ് യുവർ ഐസ് ഓൺ യു, ഞങ്ങളുടെ ദൃഷ്ടി നിന്റെ മേലോട്ട് ഞങ്ങൾ വെക്കും എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ, അന്ന് അവരെ വിടുവിച്ച ദൈവം ഇന്ന് ഗോഡ് ഈസ് ഇൻ us, ഈ ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ഞാനായിരിക്കുന്നവൻ അവൻ നിന്റെ കൂടെ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സാഹചര്യത്തിന് കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകേണ്ട, ഇന്ന് നമ്മൾ തന്നെയല്ല, ഈ വലിയവനായ ദൈവം നമ്മുടെ കൂടെ ഈ പ്രശ്നത്തിലുണ്ട്. അത് തന്നെയാണ് യേശു പറഞ്ഞത്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യം വരും,
അപ്പോൾ ഇങ്ങനെ ഒരു പാൻഡമിക്, ഒരു പ്രതികൂല സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല, നമ്മുടെ കൂടെ ഉണ്ട്. ഈ സാഹചര്യം നമ്മെ ഉപയോഗിക്കാതെ നമുക്ക് ഈ സാഹചര്യത്തെ എടുത്ത് ഉപയോഗിച്ച് ഒരു വളർച്ചയിലേക്ക്, ഒരു മെച്യൂരിറ്റിയിലേക്ക്, ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരാൻ ഈ സാഹചര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്കറിയാം, ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഒരു സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദി ചെയിൻ ആണ്. അപ്പൊ ഈ ചെയിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്? നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഫിസിക്കലായിട്ട് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് തന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഈ സാഹചര്യങ്ങളുടെ എല്ലാ ഉദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് ഭയം, ഭീതി കൊണ്ടുവരികയാണ്. കാരണം എന്താന്ന് പറഞ്ഞാല്, ഫിയർ, ആങ്സൈറ്റി, വെറി, ഇതെല്ലാം വന്ന് ആദ്യം നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന നമ്മുടെ ഇമോഷനകത്താണ്. നമ്മളിത് പാനിക് ആക്കുവാണ്. ഇത് പാനിക് ആക്കുക. അപ്പൊ പാനിക് ആകും ആദ്യം വന്ന് നമ്മുടെ വികാര വിചാരങ്ങൾ മേൽ വന്ന് നമ്മളെ ഒന്ന് തൊട്ട് നമ്മുടെ ഇമോഷൻസിനെ സ്റ്റേറപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഇമോഷൻ സ്റ്റേറപ്പ് ചെയ്യുമ്പോൾ ആ ഇമോഷൻ നമ്മുടെ മനസ്സിനകത്തോട്ട് വന്ന് മനസ്സ് അതിലേക്ക് നെഗറ്റീവിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ, നമ്മൾ എവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, where we focus, we are giving power to it. എവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, നമ്മൾ അതിന് അധികാരം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുക. എവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അതിലേക്ക് നമ്മുടെ മുഴുവൻ ഊർജ്ജവും നമ്മൾ ചെലവിടുക. സോ ഇഫ് യു ഡോണ്ട് റിമൂവ് ദ നെഗറ്റിവിറ്റി, യു ആർ എംപവറിംഗ് ഇറ്റ്. നമ്മളെ നെഗറ്റീവ് നമ്മളിൽ നിന്ന് മാറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിന് ശക്തി കൊടുക്കുക. അപ്പൊ ലോകത്തിൽ നിന്ന് വരുന്നത് എല്ലാം ഇതാണ്. ന്യൂസ് മീഡിയ ആയാലും എല്ലാം ഭയം കൊണ്ടുവരികയാണ്. നിങ്ങളെ കൊണ്ട് പാനിക് ആക്കാനാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. അപ്പൊ അതിന്റെ നടുവിലും നമുക്ക് മനസ്സിലാകേണ്ടേ ഇല്ല, എന്റെ അപ്പൻ, എന്റെ ഡാഡി പൈലറ്റാണ്. ഏത് ടെർബുലൻസ് ഉണ്ടായാലും, ഏത് പ്രതികൂല സാഹചര്യം നടുവിലും കൂടെ പ്ലെയിനിനെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ച് ലാൻഡ് ചെയ്യാൻ മതിയായ ഒരു അപ്പൻ എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് നമ്മുടെ മനസ്സിനെ, ഇമോഷൻസിനെ സ്റ്റെയറപ്പ് ചെയ്യാതെ നമുക്കിരിക്കണം. അപ്പൊ അതിനാൽ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നോക്കിയാൽ ഐസയ ലേഖനം 26-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞു. അത് ഞാനൊന്ന് വായിക്കാം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്താൽ കാക്കുന്നു. Thou will keep him in perfect peace whose mind stayed on thee because he trusts in thee. അപ്പൊ മനസ്സ് ആരിലാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഫിക്സ്ഡ് ആയിരിക്കുന്നത്, അവനെ ദൈവം വിടുവിക്കുന്നതാണ്. അപ്പോ ഫിയർ, ആധിപത്യം, നമ്മള് ഭയം വന്ന് നമ്മുടെ മനസ്സിനെ, ഇമോഷൻസിനെ സ്റ്റെയറപ്പ് ചെയ്യാതെ നമ്മുടെ മനസ്സ് എവിടെ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ ഈ സാഹചര്യത്തിന് നടുവിൽ എനിക്കും നിങ്ങൾക്കും വേണമെങ്കിൽ ഭയത്തിലേക്ക് പോകാം. നമ്മൾ ഭയത്തിലേക്ക് പോകുമ്പോൾ വാക്യം കുറച്ചുകൂടെ വായിച്ചാൽ, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. അപ്പൊ എവിടാണ് നമ്മുടെ ഹൃദയം ഇപ്പൊ ഉറപ്പിച്ചിരിക്കുന്നത്? എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. നമ്മൾ എവിടെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നു, അവിടാണ് നമ്മുടെ ആശ്രയം. അപ്പൊ സാഹചര്യത്തിന്മേലാണ് നമ്മുടെ ഹൃദയം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നതിൽ, അതാണ് നമ്മുടെ ആശ്രയം. ആ ആശ്രയത്തിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ വീഴും. കാരണം സാഹചര്യം നമ്മളെ ഉപയോഗിച്ച് നമ്മളെ താഴ്ത്തും. അതേസമയം നമ്മുടെ ആശ്രയം ദൈവത്തിലാണ്, പൈലറ്റിലാണ്. നമ്മളെ കരം പിടിച്ച വലിയവനായി ദൈവത്തിലാണെങ്കിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ എന്നെ നിങ്ങളെയും എത്തിക്കാനും, അക്കരെ എത്തിക്കാനും, ഉദ്ദേശ സ്ഥലത്ത് എത്തിക്കാനും, ഒരു പ്രശ്നവും കൂടാതെ എത്തിക്കാൻ മതിയായ ഒരു ദൈവത്തിന്റെ കരത്തിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഉറപ്പ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭയത്തിലേക്ക് പോകാതെ എവിടെ ആശ്രയം വെക്കണം, വലിയവനായി ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ സ്ഥിരമാനസമാവുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ ആശ്രയമാണ് പിന്നെ എൻ്റെ ആശ്രയമായി മാറുന്നത്. അപ്പൊ ഭയം വരാതെ ഇതിലേക്കൊരു സ്നേഹബന്ധത്തിലേക്ക് വരും. അപ്പൊ ഈ സാഹചര്യങ്ങളുടെ എല്ലാം ദൈവം എന്തിനു അനുവദിക്കുന്നു എന്ന് ചോദിക്കാം. ദൈവമല്ല ഇതിന്റെ വർക്ക്, ഇതിന്റെ ബിഹൈൻഡ് ഇറ്റ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരും. കാരണം ദൈവം തന്നെ പറഞ്ഞു, പ്രതികൂല സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരും, പക്ഷെ നിങ്ങൾ സന്തോഷിക്കുക, ബിക്കോസ് ഐ ഹാവ് ഓവർകം ദിസ്, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കാരണം അവനാണ് സമാധാന പ്രിയൻ. ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. ആ പ്രിൻസ് ഓഫ് പീസ് എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് വന്ന സമാധാനം എന്ന ആ ഫലം ഒരു വിത്ത് പോലെ വന്നിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഇവിടാണ് നമ്മള് ദൈവാശ്രയത്തിലോട്ട് നമ്മൾ എങ്ങനെ വളരും, ഹൗ ടു വാക്ക് വിത്ത് ഗോഡിന്റെ ആ മർമ്മം നമ്മൾ പഠിക്കുമ്പോൾ, ദൈവം ആരാണ് എനിക്ക് ഈ സാഹചര്യത്തിന് നടുവിലും, ഈ സാഹചര്യത്തിന് നടുവിൽ ദൈവം ആരാന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവിന്റെ ഫലത്തിൽ ഓരോന്നും പക്വതയിലേക്ക് വേണം.
അപ്പോൾ ഈ സാഹചര്യത്തിന് നടുവിലും ഈ ടർബുലൻസ് ഉണ്ടാക്കി കൊണ്ടുവന്ന കൊറോണ പാൻഡമിക് എന്ന ഇൻഫെക്ഷന്റെ നടുവിലും ദൈവം എനിക്ക് നിങ്ങൾക്കും ആരാണ്? അത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്താണ് ദൈവം ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവത്തിന്റെ ഓരോ നേച്ചർ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഓരോ ആത്മാവ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത് അത് ഇന്ന് കേൾവിക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഈ പേജിൽ പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ളവരാണ് ഈ പേജിൽ വരുന്നത്. അപ്പം നമുക്ക് വളരെ അടുത്തറിയാവുന്നവർ മാത്രമേ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പം അതെങ്ങനെയാണ് ഡോക്ടർ? അതായത് സിറ്റുവേഷൻ മെച്യൂർ ദ ഫ്രൂട്ട്, സാഹചര്യം ഫലത്തെ പരുവമാക്കുന്നു. സാഹചര്യങ്ങൾ നമ്മളിലുള്ള ആത്മാവിന്റെ ഫലത്തെ പക്വതയിലേക്ക് കൂടുതൽ നല്ല പക്വതയിൽ എത്തിക്കുന്ന, നല്ല പരുവമാക്കുന്നു, കുറച്ചുകൂടെ പരുവമാക്കുന്നത്. അതെങ്ങനെയാ? അപ്പൊ നമ്മളപ്പോ ആദ്യം ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഗലാത്യ ലേഖനം 5:22-23 ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഒബീഡിയൻസ്, സെൽഫ് കൺട്രോൾ. ഇതെല്ലാം അവയ്ക്കെതിരെ ഒരു ശക്തിയും പ്രവർത്തിക്കത്തില്ല. എന്ന് വെച്ചാല് നമുക്ക് പ്രയോജനമായിരിക്കുന്ന ഇതിന്റെ എഗൻസ്റ്റ് ആയിട്ട് ഒരു ശക്തിയും തകർക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇതെല്ലാം എല്ലാ ആത്മാവിന്റെ ഫലവും വിൽ ഓൺലി മെച്യൂർ ഇൻ എ ബാഡ് സോയിൽ. ആത്മാവിന്റെ എല്ലാ ഫലവും ഒരു പ്രതികൂല സാഹചര്യത്തിനകത്തൂടെ പക്വതയിലേക്ക്, മെച്യൂരിറ്റിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണത്തിന് കൈൻഡ്നസ്, കൈൻഡ്, അങ്ങനെ ഒരു ഫലം വരണമെന്ന് എന്റെ ദയ എന്നൊരു സാധനം, അല്ല കരുണ എന്നൊരു ആത്മാവിന്റെ ഫലം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പക്വതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കരുണയല്ലാത്ത ഒരു സാഹചര്യം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേ വന്നേലേ ഒക്കത്തുള്ളൂ. കരുണയല്ലാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാല് നമ്മളോട് ഒരാൾ കരുണ കാണിക്കുന്നില്ല, ആ സാഹചര്യം നടുവിൽ ഞാൻ അവിടെയാണ് എന്റെ ഫ്രൂട്ട് ആകുന്ന ആ കൈൻഡ്നസ്, ആ കരുണ പുറത്തു വരും. ഞാൻ കൈൻഡ്നസ് ആയിട്ട് അതിനൊക്കെ ആ വ്യക്തിയുടെ മേൽ ഞാൻ കൈൻഡ്നസ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്റെ ഉള്ളിലെ ആ കൈൻഡ് എന്നുള്ള ആ ഫലം ഞാൻ പോലും അറിയാതെ പക്വതയിലേക്ക് വരും. അപ്പൊ ശരിക്കും എന്നോട് ദയ ഒരാൾ കാണിക്കാത്തപ്പോൾ ശരിക്കും ആ സാഹചര്യത്തിലൂടെ എന്റെ ആത്മാവിന്റെ ഫലം കൂടുതൽ പരുവപ്പെടുന്നു, പക്വമാകും. അതുകൊണ്ടാണ് കർത്താവ് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഡു നോട്ട് ഓവർകം ഈവിൾ വിത്ത് ഈവിൾ, ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. അപ്പോ ഒരു ഈവിൾ ആയിട്ട് ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഈവിൾ ആയിട്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പക്വതയിലേക്ക് വരുന്നില്ല. തിന്മ കൊണ്ട് എതിർക്കരുത്, തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക. അപ്പൊ ഇങ്ങനെ ടെർബുലൻസ് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവത്തിന്റെ ഒരു നേച്ചർ, ഒരു ഗുഡ്നെസ് മാനിഫെസ്റ്റ് ചെയ്യാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. കാരണം 1 Corinthians 10:13 പറയുന്നത്, നിങ്ങളാൽ താങ്ങാനാകാത്ത ഒരു ശോധന അവൻ അനുവദിക്കത്തില്ല, ഇതിനോട് കൂടെ ഒരു പോക്ക് വഴിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോക്ക് വഴി കാണാതിരിക്കാനാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഭയം വരുമ്പോൾ നമ്മുടെ മനസ്സ് ഇമോഷൻസ് സ്റ്റെയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് വന്ന് അത് കോൺഷ്യസ് മൈൻഡിലോട്ട് വരുമ്പോൾ യു ബിക്കം മോർ ഓഫ് സിറ്റുവേഷണൽ കോൺഷ്യസ് rather than becoming God conscious. ആ സാഹചര്യത്തിന്റെ അടിമയായി പോവും, വലിയവനായ ദൈവത്തെ നമ്മൾ കാണാൻ വിട്ടുപോകും. അപ്പൊ അതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ നടുവിലും നമ്മുടെ മനസ്സ് സ്ഥിരമാനസമാകണം, അവനിലേക്ക് ഉറപ്പിക്കുമ്പോൾ എൻ്റെ കോൺഷ്യസ് മൈൻഡിലോട്ട് അത് വന്ന് എന്നെ ഉറപ്പിക്കും. കാരണം എൻ്റെ ഡാഡി എന്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഈ പ്രതികൂല കാലാവസ്ഥയിലും എന്നെ അക്കരെ എത്തിക്കാൻ എന്റെ അപ്പൻ മതിയായ ഉറപ്പിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ബാഡ് സോയിൽ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത്. ആ ഒരു സോയിലിൽ കൂടെ മാത്രമേ എല്ലാ ആത്മാവിന്റെ ഫലവും പക്വതയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു മെച്യൂരിറ്റിയിലേക്ക്, ക്രിസ്തീയ പക്വതയിലേക്ക് ഞാൻ നിങ്ങൾ വളരാൻ വേണ്ടി ദൈവം ഇങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങിലും ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടല്ലോ, എല്ലാ ട്രെയിനിങ്ങിലും ഉണ്ട്. പോസ്റ്റിൽ ഇരുന്ന് സ്വിമ്മിങ് പഠിക്കണം, നീന്തു പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നീന്തു പഠിക്കണമെങ്കിൽ വെള്ളം എന്ന വെല്ലുവിളിയിലൂടെ കടന്നു പോകണം അല്ലെ? തലയുടെ മേളിൽ അല്ലെങ്കിൽ മുങ്ങുന്ന പോലെ വെള്ളത്തിന്റെ പരുവത്തിലൂടെ കടന്നു പോകാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വിമ്മിങ് പഠിക്കാൻ പറ്റില്ല. ഒരു നല്ല പൈലറ്റ് ആണെങ്കിൽ ടർബുലൻസിലൂടെ കടന്നു പോകണം, അതല്ലാതെ ഒരു നല്ല പൈലറ്റ് പുറത്തു വരികയില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള നമ്മുടെ ആത്മാവിന്റെ ഫലം കൂടുതൽ പരുവപ്പെടുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മുടെ എല്ലാം ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യണം. അതെ, ഇതിന്റെ അകത്ത് എസ്കേപ്പ് ചെയ്യുമ്പോൾ ഇത് പിന്നെയും വരും. ഇന്നൊരു കൊറോണ ആയിരിക്കും, നാളെ വേറൊരു കൊറോണയാ വരാൻ പോകുന്നത്.
കാരണം പക്വത വരാതെ ഒരു ഔട്ട്കമ്മിലേക്ക് നമ്മൾ നമ്മുടെ ഫലത്തെ പക്വതയിലേക്ക് കൊണ്ടുവരാൻ വരാതെ നമുക്ക് ഇതിനകത്ത് ജയം എടുക്കാൻ പറ്റത്തില്ല. ഡോക്ടർ ഐസയയിലെ ആ വാക്യം ഇന്നിപ്പോ താമസിച്ച് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയും കൂടെ നമുക്കൊന്ന് വായിക്കണം. ഐസയാവിലെ 26:3 അത് വളരെ എനിക്കൊന്ന് PS ബൈബിളിൽ അത് വളരെ നല്ലതായിട്ട് അതിന്റെ നല്ല ഡിസ്ക്രിപ്ഷൻ. 26:3 ഐസയ 26:3 അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ. അതാണ് ഈ ഒരു സമയത്ത് കൊറോണ കാലത്തെ ദൈവശബ്ദം. അതാണ് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചവനെ. അത് തന്നെയാണ് ജോസഫൊക്കെ പ്രാർത്ഥിച്ചത്. കർത്താവ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിന്നിലേക്ക് ഞങ്ങൾ ദൃഷ്ടി പതിപ്പിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ പാനിക് ആകാതെ അയ്യോ എനിക്ക് മെഡിസിൻ കിട്ടുമോ, എനിക്ക് ചെറിയൊരു ശ്വാസമുട്ടുണ്ട്, ചുമ വന്നല്ലോ. ഇപ്പൊ ഇന്ന് രാവിലെ 2-3 പേരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറയായിരുന്നു ഇത് ചുമയുണ്ട് ബ്രദറെ, വലിയ ഭയത്തിലാണ്. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ മെസ്സേജ് ചെയ്തിരിക്കുന്ന ന്യൂയോർക്കിലെ ഒരു നേഴ്സാണ്. അവരെ സിസ്റ്റർക്ക് ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. അപ്പം അവര് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഷിജി സിസ്റ്ററുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം അവര് പറയാ ബ്രദറെ ഇങ്ങനെ ഇതിൽ പോകാതിരിക്കാൻ പറ്റില്ല, കർത്താവിന്റെ നിയോഗമായിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ കടന്നു പോവുകയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അവര് കടന്നു പോയിരിക്കുക. അപ്പൊ ഞാൻ അവരോട് ഉറപ്പ് പറഞ്ഞു, നമ്മൾ ഹൃദയം കർത്താവിൽ എന്ത് ചെയ്തിരിക്കുക, ഉറപ്പിച്ചിരിക്കുക. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ. ആ പദം ഒന്ന് പറഞ്ഞു. സമാധാനം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാ. അതെ, സമാധാനം എന്നല്ല, സമാധാനത്തിന്റെ തികവിൽ. അത് മെച്യൂരിറ്റി. ആ പീസ് എന്ന ഫ്രൂട്ട് അതിന്റെ മെച്യൂരിറ്റി വരികയാണ്. എപ്പം അങ്ങയിൽ ഹൃദയം ഉറപ്പിക്കുന്നത്. കാരണം പിടിച്ചവനാരാ, നമ്മുടെ കരം പിടിച്ചവനാരാ, അത് ഉറപ്പിക്കുക. കാരണം അവൻ നമ്മുടെ കൂടെ നിന്ന് സമാധാനം എന്നുള്ളത് സ്ഥിരമായി എന്റെ ഫസ്റ്റ് നേച്ചർ ആണ്. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞങ്ങൾക്ക് തരും. ഇത് ഒത്തിരി എല്ലാവർക്കും, കാരണം എല്ലാ മേഖലയും സ്റ്റക്കായിട്ട് നിൽക്കുക. നമ്മൾ ചിന്തിക്കും ചെറിയൊരു വൈറസിന്റെ പ്രോബ്ലം അല്ല, ചെറിയൊരു വൈറസിന്റെ പ്രോബ്ലം അല്ല, പ്രോബ്ലം അതിന്റെ തീവ്രതയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ 2-3 കാര്യങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് നിരീശ്വരവാദികൾ പറയുന്ന പോലെ ദൈവം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നുമില്ല, സത്യമല്ല, അങ്ങനെ പറഞ്ഞ് ഈ ഒരു സമയത്ത് പുളിച്ച മാവിനെ സ്വീകരിച്ച് പുളിപ്പുള്ളവരാകാം. നമ്മൾ സൺഡേ പറഞ്ഞ പോലെ വിമർശിച്ചും വിമർശനം എഴുതി വിമർശനം പറഞ്ഞും അതങ്ങനെ ഇതിങ്ങനെ എങ്ങനെ നമുക്ക് വേണേൽ പുളിച്ച മാവുള്ളവരായി മാറാം. എന്നാൽ ഇതേ സമയത്ത് തന്നെ പുളിപ്പില്ലാത്ത അനുഭവത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടന്നു പോകാം. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ എല്ലാം അടഞ്ഞു പോകുമ്പോഴും ഇപ്പൊ എല്ലാം കൂട്ടിപ്പെട്ടു, എല്ലാം അടഞ്ഞിരിക്കുക. ഇപ്പൊ ഒന്നും പ്രത്യേകിച്ച് അടയാനായിട്ടൊന്നുമില്ല, എല്ലാം അടഞ്ഞിരിക്കുക. റോഡ് ക്ലോസ് ആണ്, ബിസിനസ്സുകൾ എല്ലാം ക്ലോസ് ആണ്. പ്രത്യേകിച്ച് എല്ലാ കടകമ്പോളങ്ങളും മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ട് പോകാൻ പോലും, നമ്മുടെ തന്നെ ഹോട്ടൽ അടഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പോലും എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. അവിടെ ആറോ പ്ലാന്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പോലും അങ്ങോട്ട് പോകാൻ പോലീസുകാരെന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പ്രശ്നമായിട്ട് എല്ലാ മേഖലയും സ്റ്റക്കായിട്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ യെശയ്യാ 26:3 അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവില് സംരക്ഷിക്കും. ഈ സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് പാനിക് ആകുന്നതിലുപരിയായിട്ട് നമുക്ക് കർത്താവിൽ അങ്ങ് അല്ലെ ഉറക്കുക, കർത്താവിൽ അങ്ങ് ഹൃദയം ഉറപ്പിച്ചോ, അവനുമായിട്ടൊരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. അത് ആ ഒരു ഇത് ഓരോന്നും എന്റെ ഇന്ന ഫ്രൂട്ടിനെ മെച്ചുവർ ആക്കുകയാണ്, എന്റെ ഇന്ന ഫ്രൂട്ടിനെ മെച്ചുവർ ആക്കുകയാണ്. ഒരാളിപ്പോ നമ്മളെ വിമർശിക്കുമ്പോൾ പോലും അതിനെ അങ്ങനെ തിരഞ്ഞെടുക്കാം അല്ലെ, കാരണം എന്റെ സൗമ്യത. ഉദാഹരണത്തിന് സ്നേഹം എന്ന പല പക്വതയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ലാത്ത ഒരാളെ ദൈവം കൊണ്ട് നിർത്തും. ദൈവം കൊണ്ട് നിർത്തുന്നുള്ള അങ്ങനെ ഒരാൾ വരും ജീവിതത്തിൽ വരും. അപ്പൊ ആ ഒരാള് നമ്മളോട് സ്നേഹമില്ലെങ്കിലും നമ്മൾ സ്നേഹത്തെ സ്നേഹം എന്ന ഫലത്തെ പരുവപ്പെടുത്താൻ വേണ്ടിയാ, പക്വതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. അപ്പൊ അതുകൊണ്ടാണ് കർത്താവിന്റെ ഡു നോട്ട് ഓവർകം ഈവിൾ വിത്ത് ഈവിൾ, ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കുക. അതെ, റോമാലേഖനത്തിൽ പറയുന്നത് ശത്രുവിനെ വിശക്കുന്നെങ്കിൽ അവന് ഭക്ഷിക്കാൻ കൊടുക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ നീ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കുകയാണെന്നാണ്. അവന് മനസ്സിലാകും. കാരണം ആ ഫ്രൂട്ടിന് അഗേൻസ്റ്റ് ആയിട്ട് പിശാചിനെ എനിമിക്ക് ഒരു ആയുധമില്ല. അപ്പൊ ഈ ഫിയർ വരുന്ന സമയത്ത്, ഈ ഭയപ്പെടുന്ന സമയത്ത് കർത്താവേ എന്റെ ഭയത്തെ എടുത്തു കളയാനല്ല പറയേണ്ടത്. അതേസമയം സ്നേഹബന്ധത്തിലേക്ക് വരുന്തോറും തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കൊണ്ട്. അപ്പൊ പ്രതികൂല സാഹചര്യ നടുവിലും തികഞ്ഞ സ്നേഹത്തിൽ ഞാൻ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ യെശയ്യാ പറഞ്ഞ പോലെ എന്റെ മനസ്സ് അവനിലേക്ക് ഫിക്സ് ചെയ്യണം.
ഫിക്സ് ചെയ്യുമ്പോൾ ആ സ്നേഹം അല്ലെങ്കിൽ ആ സമാധാനം എന്ന ഫലത്തെ പക്വതയിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ സ്വസ്ഥതയിലിരിക്കാൻ പറ്റും. പുറമെ എത്ര പ്രതികൂല സാഹചര്യം വന്നാലും അല്ലെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും, പാനിക് ആയി പോകും. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കും, ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തോ ആകും. ഇത് തന്നെയാണ് യേശു കർത്താവ് കാണിച്ചു കൊടുത്ത വലിയൊരു സ്റ്റോമിൽ ഒരു സാഹചര്യത്തിൽ ബോട്ടിൽ കിടന്ന് കർത്താവ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം എന്നാ, അവന്റെ ഇന്റേണൽ അറ്റ്മോസ്ഫിയർ പീസിൽ റെസ്റ്റിൽ. അതാണ് ആ ഒരു ദൈവിക സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെന്നല്ല ഏതിന്റെ നടുവിലും പിടിച്ചു നിൽക്കാൻ. ഇതിന് വലുതായിട്ട് ഒരു വൈറസ് അറ്റാക്ക് വന്നാലും നമുക്ക് പറയാം, ഇന്നാളെ വിടിവിച്ചവൻ ട്രെയിൻഡ് ആയി. അപ്പൊ ഏത് സാഹചര്യത്തെ നേരിടാൻ നമ്മൾ ഒരു പക്വതയിലേക്ക് നമ്മൾ പുറത്തോട്ട് വരും. ഈ സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിക്കേണ്ടത് എന്തുവാ? അവന്റെ നമ്മുടെ മനസ്സ് മാനേജ് ചെയ്താണ് മെച്ചൂർ ആകുന്നത്. അതിന്റെ പ്രൊസീജിയർ എന്താ വെച്ചാൽ, ആദ്യം ദൈവം ഒരു വിക്ടറി തരുന്നു. ആ വിക്ടറി എടുത്തു കഴിയുമ്പോൾ പിന്നെ അത് എന്റെ ശൈലിയായി മാറി കഴിയുമ്പോൾ അടുത്ത ഇതിനെക്കാട്ടി വലുത് ഇപ്പൊ കുറച്ചുകൂടെ ഞാൻ വിക്ടറി എടുക്കും, പിന്നെ ഞാൻ വിക്ടറി എടുക്കും. അപ്പോ കുറച്ച് വിക്ടറി എടുത്തു കഴിയുമ്പോൾ അതെന്റെ ജീവിത ശൈലിയായി മാറുമ്പോൾ ഐ ബിക്കം എ കോൺകറർ, ജയാളിയായി. ഇനിയും കുറച്ചുകൂടെ വിക്ടറി എടുത്തു കഴിയുമ്പോൾ ഐ ബിക്കം മോർ ദാൻ എ കോൺകറർ. അതുകൊണ്ടാണ് റോമാലേഖനത്തിനകത്ത് 8ാം അധ്യായം ഇതിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കണമെങ്കിൽ ആദ്യം ഒരു ജയം എടുത്ത് ദൈവം തരും നമുക്ക്. ആ ജയത്തിൽ നിലനിന്ന് ജയാളിയായി വന്ന് പിന്നെ പൂർണ്ണ ജയാളിയായി മാറും. അങ്ങനെ പൂർണ്ണ ജയാളിയായി മാറുന്നവന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ഫലവും പക്വതയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഡോക്ടറെ, കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് പതിവില്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും സഹനം എന്ന് പറയുന്ന വിഷയം പ്രസംഗിച്ചിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടുമില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എല്ലാ മെസ്സേജും എൻഡ് ചെയ്യുന്നത് ഈ ഒരു സഹനം എന്ന കാഴ്ചപ്പാടിലാണ്. ഈ 2020 വി ഹാവ് ടു ഗോ ത്രൂ ദിസ്. ഇതിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയുള്ള ഒരു മാനസികമായിട്ടുള്ള എന്തും ഞാൻ ഓർക്ക്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഇരുന്ന് ഞാൻ പഴയ മെസ്സേജസ് ഇങ്ങനെ ജസ്റ്റ് ഓടിച്ചു നോക്കിയപ്പം എന്തും സഹിക്കാൻ തയ്യാറായിക്കോ, അങ്ങനെ ഒരു ആഹ്വാനം ശ്രദ്ധിച്ചായിരുന്നു. എന്തും സഹിക്കാൻ തയ്യാറായിക്കോ എന്നൊരു ആഹ്വാനമായിരുന്നു ഓരോ സന്ദേശത്തിലൂടെയും കൊടുത്തോണ്ടിരുന്നത്. അത് ശ്വാസം നമ്മൾ പറഞ്ഞൊന്നുമല്ല, ഇതിപ്പം നമ്മൾ പ്രവാചകനായിട്ട് അങ്ങനെ മുൻകൂട്ടി പറഞ്ഞൊന്നുമല്ല, അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് കർത്താവായിട്ട് ഇത് പറയിപ്പിച്ചതാണ്. കാരണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലും നമുക്ക് ആ ഒരു സസ്റ്റെയിൻ ചെയ്യണം, പാനിക്കാകാതെ നമുക്ക് ഇതിലൂടെ എൻജോയ് ചെയ്യണം. അതിനുവേണ്ടി കർത്താവായിട്ട് അത് പറയിപ്പിച്ചതാണ്. ഇതെന്നല്ല, എന്തു വന്നാലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകവും ശക്തിയും തന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ സ്ഥിരമാനസനാകാം. സ്ഥിരമാനസൻ എന്നുള്ള വാക്ക് അത്ര മനസ്സിലായില്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഈ PS ബൈബിളിലെ വാക്യം വായിച്ചത്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവൻ. ഡോക്ടർ പറഞ്ഞു ഫ്ലൈറ്റിൽ ചെറിയൊരു അനക്കം ഉണ്ടായപ്പം, ഒരു ടർബുലൻസിലൂടെ കടന്നു പോയപ്പം അവിടെ ഉള്ളവരെല്ലാവരും ആകെ ഭയാകുലരായി. പക്ഷെ ഒരു പെൺകുട്ടി മാത്രം അവിടെ ഇരുന്നൊരു കഥപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവള് പറഞ്ഞു, എന്റെ ഡാഡിയാ ഓടിക്കുന്നത്, എന്റെ ഡാഡി എന്നെ സ്വസ്ഥതയോടെ, പൈലറ്റ് എന്റെ ഡാഡിയാണ്, എന്റെ ഡാഡി എന്നെ സ്വസ്ഥതയോടെ വീട്ടിലെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ മകളുടെ ഒരു ഭയരഹിത ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാം. ഇത് കഴിഞ്ഞിട്ടുള്ള വലിയ ദൈവപ്രവൃത്തികളെ നമ്മൾ മുന്നിൽ കാണാം. ഈ ഒരു ഘട്ടത്തില് ഒരു തരത്തിലും പാനിക്കാകാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കരുത്. കർത്താവിൽ അങ്ങോട്ട് ഹൃദയം ഉറപ്പിച്ച് അതെ അങ്ങോട്ട് ഫിക്സ് ചെയ്തോണ്ട് ഒരു വലിയ ദൈവിക സമാധാനം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മുകളിലോട്ടൊന്ന് കയറട്ടെ. ഫിലിപ്പിയാലേഖനത്തിലെ അല്ലേ, അതോടെ 7-ാം വാക്യം അതോടെ ഒന്ന് എടുത്ത് നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയാലേഖനം 4:7 ഇതിലെ എങ്ങനെ പഠിച്ചു നോക്കുന്നത് ഡോക്ടർ? ജോസച്ചാനും ഡോക്ടറൊക്കെ ഇതിങ്ങനെ പഠിച്ചു വെക്കുന്ന വലിയ കാര്യം. 4-ാം അധ്യായം 7-ാം വാക്യം. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ഇത് എഫെസോസ് ആയി 4-ാം അധ്യായം 7-ാം വാക്യം. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും, കണ്ടോ, എല്ലാ കണക്കൂട്ടുകളെയും, എല്ലാ ധാരണയെയും അതിജീവിക്കുന്ന, അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതാ യേശു പറഞ്ഞു, എന്റെ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല, ചേർത്ത് വായിച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ വായിക്കേണ്ട വാക്യമാണ് ഫിലിപ്പിയർ 4:6. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും
അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അത് ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തു. ഹല്ലേലൂയ. വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു വിശദീകരണത്തിന് ആവശ്യമില്ല. അപ്പൊ അന്ന് നമ്മൾ വായിച്ച 2 ക്രോണിക്കൽസ് 20-1 വാക്യം വായിച്ചു നോക്കിക്കുക. അവർ ചെയ്ത അതേ ടാക്ടിക്സ്, സെയിം ടാക്ടിക്സ്. അതാ ഫിലിപ്പിയർ പറയുന്നത്. കൃതജ്ഞത അർപ്പിക്കുക, നന്ദി പറയുക. അവർ ആദ്യം അതാ ചെയ്ത്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വിടുവിച്ച യഹോവേ, അതിനാൽ അസാധ്യമേ ഒന്നുമില്ല, നന്ദി കരേറ്റാൽ. സിജി കമന്റ് എഴുതുന്നു, ഡോക്ടർ, താങ്ക് യു ലോർഡ് ബ്രദർ, യുവർ മെസ്സേജ് ഇസ് വെരി സോ യൂസ്ഫുൾ when I am alone here in UAE and fear is gripping me now now I can walk on. അങ്ങനെ എന്താ എഴുതി? താങ്ക് യു. ബലപ്പെടാത്ത ആൾക്കാർ. അതെ അല്ല, വലിയ ബലം പ്രാപിക്കണം. ഇത് ഈ സമയത്ത് ഒരു കാരണവശാലും പുറകോട്ട് ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്താവും എങ്ങനെയാവും ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മുടെ അപ്പനാണ് പൈലറ്റ്. കാരണം ആ അപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എബ്രായലേഖനം 13-5 ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിനക്ക് തുണയായി. മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുണയായിട്ട് നിൽക്കുന്ന ഒരുവനെ ഒന്ന് കണ്ട് എന്റെ നിന്റെ മുന്നേ നിൽക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു, ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്ന് അതേ ദൈവം പറഞ്ഞു, ഈ യുദ്ധം എനിക്കുള്ളതാണ്, നിന്റെ കണ്ണ് എന്നിലേക്ക് ഉയർത്തി അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. സോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ഡോക്ടർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പിതാവേ, ഈ സമയത്തിനാണ് നന്ദി പറയുന്നത്. എല്ലാ കർത്താവ്, ലോകമെമ്പാടും കർത്താവ് കൊറോണയുടെ ഭീതിയിൽ കർത്താവ് കഴിയുന്ന എല്ലാ മക്കളും, ജാതി മതഭേദ വർണ്ണഭേദമില്ലാതെ കർത്താവ് എല്ലാവരും നിന്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഇന്ന് കേട്ട ആ ദൂത് പ്രകാരം കർത്താവെ, ഞങ്ങളുടെ മനസ്സ് നിന്നിലേക്ക് ഉറപ്പിക്കുന്നത്, സ്ഥിരമാക്കുന്നത്, ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്ന ആരാന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ, പ്രതികൂല സാഹചര്യത്തിൽ നടുവിൽ എന്റെ അപ്പൻ, എന്റെ സ്വർഗത്തിലെ വലിയവനായ ദൈവമാണ് എന്റെ കരത്തെ പിടിച്ചിരിക്കുന്നെങ്കിൽ ഇതിനകത്തൂടെ കുലുങ്ങിയാലും ഒരു പ്രശ്നവും കൂടാതെ, ഒരു തകരാറും കൂടാതെ അക്കരെ എത്തിക്കാൻ മതിയായവനായ ഒരു വലിയവനായ ദൈവമാനിന്റെ കരത്തെ പിടിച്ചിരിക്കുന്ന ഉറപ്പിന്റെ കർത്താവെ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവെ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവെ, ഈ മക്കളെ എല്ലാം കർത്താവ്, എല്ലാ ലോക രാജ്യങ്ങളെ എല്ലാവരെയും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ അധികാരികളെയും ലോകത്തുള്ള എല്ലാ രാഷ്ട്ര തലവന്മാരെ എല്ലാവരെയും നിന്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. കർത്താവെ, എന്ത് ചെയ്യാൻ പറ്റൂല കർത്താവെ, പകച്ചു നിൽക്കുന്ന സമയത്ത് കർത്താവെ ചെയ്യാൻ അല്ലോ കർത്താവെ, നീ മുഴുവത്തിന്മേൽ കർത്താവ് നീ നിന്റെ കൺട്രോൾ നീ എടുത്തിരിക്കുന്നതായിട്ട് കർത്താവ്, ഞങ്ങളുടെ കരം നിന്റെ കൈകളോട് തരുന്നു. ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, where our help comes from the Lord who has made everything. കർത്താവ്, നിന്നിലേക്ക് ഞങ്ങൾ ദൃഷ്ടി വെക്കുന്നു കർത്താവെ. കാരണം ഞങ്ങളുടെ സഹായം നിന്നിലൂടെ വരുന്ന കർത്താവെ. കർത്താവ്, ഈ സാഹചര്യത്തെ ഞങ്ങളെ തളർത്താതെ, മറിച്ച് സാഹചര്യത്തെ എടുത്ത് ഞങ്ങളുടെ ഉള്ളിലെ ആത്മാവിന്റെ ഫലത്തെ ഓരോന്നും പക്വതയിലേക്ക് കൊണ്ടുവരാനും, ഞങ്ങൾ കർത്താവ് ഇതിനകത്തൂടെ കർത്താവെ ആത്മാവിന്റെ ഫലത്തിൽ പക്വതയിൽ വന്ന് തികഞ്ഞ പരിപൂർണ്ണ ഒരു പക്വതയുള്ളതായിട്ട് പുറത്തു വരത്തക്കണം. ഈ സാഹചര്യത്തെ ഉപയോഗിക്കുവാൻ കർത്താവെ ഞങ്ങളെ കരുത്തു പകരുന്നതിനായിട്ട് നന്ദി കർത്താവ്. ഓരോരുത്തരെയും കർത്താവ്, ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു കർത്താവ്. കർത്താവ്, അവരെല്ലാം ഈ ദൂത് കൊണ്ട് നീ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവരെയും നിന്റെ കരങ്ങൾ, നിർബന്ധമായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. കൊറോണ വാർഡിൽ ഞാൻ ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള കേസസിനെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന അപേക്ഷിച്ച എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ കൊറോണ പോസിറ്റീവായിട്ട് കാനഡയിൽ നിന്ന് മെസ്സേജ് അയച്ച ആ ബ്രദറിന് വേണ്ടി പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ്, UK-യിൽ നിന്ന് അതിന്റെ ഭയത്തിൽ ആയിരിക്കുന്നവര്, ഗൾഫ് രാജ്യങ്ങൾ അതിന്റെ ഭയത്തിലായിരിക്കുന്നവർ, കേരളത്തിൽ അതിന്റെ ഭയത്തിലായിരിക്കുന്നവര്, മിഡിൽ ഈസ്റ്റ് മുഴുവൻ അതിന്റെ ഭീതിയിലായിരിക്കുന്നവര്, അമേരിക്കയിൽ അതിന്റെ ഭയത്തിലായിരിക്കുന്നവര്, എല്ലാവരെയും ഓർത്തുകൊണ്ട് ചൈന, സിംഗപ്പൂര്, മലേഷ്യ രാജ്യങ്ങളില്, ഇറ്റലിയില്, കർത്താവെ, ഈ സമയത്ത് ഓസ്ട്രേലിയയില്, ന്യൂസിലാൻഡില് ഇതിന്റെ ഭയത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് മെഡിക്കൽ സിസ്റ്റത്തിനായിട്ട് ഞങ്ങൾ നന്ദി കർത്താവേ. അവർക്ക് ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഈ സമയത്ത് വൈദ്യന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു, കുടുംബങ്ങളെ നഴ്സസിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ എല്ലായിടത്തും വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്കറിയാം ഇതിലൂടെ ഞങ്ങളുടെ ആത്മാവിന്റെ ഫലം മെച്ചുറാവുകയാണ്, കൂടുതൽ പരുവപ്പെടുകയാണ്. ഞങ്ങൾ അറിയുന്നു അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ കർത്താവേ.
യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, UK ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബ്രദേഴ്സ്, നഴ്സസ് ഒക്കെ ആയിട്ടുള്ള സഹോദരങ്ങൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ അസാധാരണമായ ഒരു മഹത്വം ഇതിനകത്ത് അവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് സംരക്ഷണം അവിടുന്ന് അയച്ചതിനായിട്ട് കർത്താവിന്റെ വലിയ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സഭയുടെ അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധന്മാരുടെ ആ വിശുദ്ധി മുഴുവൻ ഇപ്പോൾ 2000 വർഷമായിട്ടുള്ള സഭയുടെ വിശ്വാസത്തിന്റെ ശക്തി മുഴുവൻ ഇന്ന് ആർജവമായിട്ട് വെളിപ്പെട്ട് വരട്ടെ. ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ ഈ സമയത്ത് വിശുദ്ധന്മാരുടെ മാധ്യസ്ഥത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ കുഞ്ഞുങ്ങളെ ഈ സമയത്ത് പുത്രന്റെ അടുക്കൽ സദാ പക്ഷപാതം ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഈ ലോകത്തിന് വേണ്ടി അവിടുത്തെ പ്രത്യക്ഷത ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുത്തെ മുമ്പാകെ അർപ്പിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണമേ. പിതാവിന്റെ സ്നേഹത്തിന്റെയും പുത്രന്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെയും നിറവില് എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുമാറാകട്ടെ. ഈ സമയത്ത് 2 കാര്യങ്ങൾ നമുക്ക് വളരെ ചെയ്യാൻ കഴിയും. ഒന്ന്, ചാരിറ്റി. ചാരിറ്റിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. സന്നദ്ധ സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ ഉള്ളവര് ഓർക്കുക, ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ സിറോ മലബാർ ചർച്ചിനോട് ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി ഡയസിസിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പം സജ്ജമാകുന്നുണ്ട്. അതിൽ അംഗങ്ങളാകുവാനായിട്ട് പ്രത്യേകിച്ച് ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് എല്ലാവരും ഓർപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി സറൗണ്ടിങ്സിലുള്ളവരെ 2-3 കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയും. ഒന്ന്, കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് റോഡിലൊക്കെ കിടന്നുറങ്ങുന്നവരുണ്ട്, അവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പൈസ കൊടുക്കുന്നതിലുപരിയായിട്ടും ഇത് ആഹാരം കൊടുക്കാനായിട്ട് കഴിയും. അത് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്തുള്ള വീടുകളിലും കൂടെ ഒന്ന് തിരക്ക്, അവരും കഴിച്ചോ അവരും കുടിച്ചോ. അങ്ങനെ ഈ ഒരു സമയത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചാരിറ്റബിൾ വർക്കുകളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി കൂടെ ഓർക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് രഹസ്യത്തിൽ ചെയ്യുക, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതിരിക്കട്ടെ, അത് ഓർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാരെയും കാണുന്നു. ഡോക്ടർ ട്രീസ, രജിത്ത്, സുധാകുറുപ്പ്, രതീഷ്, എൽസമ്മ, ആന്റണി. ഓക്കെ. ഈ ഡോക്ടറുടെ ഈ തോട്ട് ഓഫ് ദി ഡേ വളരെ പ്രയോജനപ്പെടുന്നു കേട്ടോ ആൾക്കാർക്ക്. അത് കൂടുതൽ എഴുതുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പം വൈകുന്നേരം ലൈവിൽ വരുന്നുണ്ട് നമ്മുടെ ഒഫീഷ്യൽ പേജിൽ. ഇതിപ്പം വളരെ പേഴ്സണലായിട്ട് ഈ സജിത് ജോസഫ് കൊട്ടാരത്തിൽ എന്ന് പറയുന്ന അക്കൗണ്ടിലുള്ള വളരെ പേഴ്സണലായിട്ടുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊരു ഞങ്ങൾ ഒരുമിച്ചൊരു ടോക്ക് വന്നത്. വൈകുന്നേരം ഇന്ന് ഈ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർക്കുക, ഈ വ്യാഴാഴ്ച നമുക്ക് സഭയുടെ ലിറ്ററേച്ചറിയുടെ ക്ലാസ് കുർലോസ് പിതാവുമായിട്ട് വൈകുന്നേരം 5 മണി മുതൽ ലൈവ് വരുന്നു. അത് പ്രത്യേകിച്ച് കാണാനായിട്ട് ഓർക്കുന്നു. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ. കാരണം യൂട്യൂബിലായിരിക്കും മിക്കവാറും ദിവസങ്ങൾ വീഡിയോസ് എന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർക്കുക, ഈ വ്യാഴാഴ്ച നമുക്ക് സഭയുടെ ലിറ്ററേച്ചറിയുടെ ക്ലാസ് കുർലോസ് പിതാവായിട്ട് വൈകുന്നേരം 5 മണി മുതൽ ലൈവ് വരുന്നു. അത് പ്രത്യേകിച്ച് കാണാനായിട്ട് ഓർക്കുന്നു. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗ്രേസ് ഗ്ലോബൽ യൂട്യൂബ് ചാനൽ. കാരണം യൂട്യൂബിലായിരിക്കും മിക്കവാറും ദിവസങ്ങൾ വീഡിയോസ് എന്നതാണ്. ഇന്ന് ഈ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർക്കുക, ഈ വ്യാഴാഴ്ച നമുക്ക് സഭയുടെ ലിറ്ററേച്ചറിയുടെ ക്ലാസ് വൈകുന്നേരം 5 മണി മുതൽ ലൈവ് വരുന്നു. അത് പ്രത്യേകിച്ച് കാണാനായിട്ട് ഓർക്കുന്നു. യൂട്യൂബിൽ ലൈവിലുണ്ടായിരുന്നു. യൂട്യൂബിൽ അത്ര